നാവിൻ്റെ പിന്നിലായിട്ട് ചുവന്ന് തുടുത്ത ചെറിയ തടിപ്പുകൾ കാണുന്നു ഡോക്ടറെ. ഇത് ക്യാൻസർ ആണോ? ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളും സംശയങ്ങളും. എന്താണ് നാവിൻ്റെ പിന്നിലുള്ള ഈ ചെറിയ തടിപ്പുകൾ? ഇതിനെന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ നാവിന് രുചി നൽകുന്നത് രുചിമുകുളങ്ങൾ അഥവാ ടേസ്റ്റ് ബഡ്സ് ആണ്. നാവിൻ്റെ പല ഭാഗത്തായിട്ട് 4 തരത്തിലുള്ള രുചിമുകുളങ്ങളാണ് നമ്മൾക്കുള്ളത്. അതിൽ ഫഞ്ചിഫോം പാപ്പിലെ, ഫിലിഫോം പാപ്പിലെ, പിന്നെ നാവിൻ്റെ സൈഡിലായിട്ടുള്ള ഫോളിയേറ്റ് പാപ്പിലെ, അതുപോലെ തന്നെ നാവിൻ്റെ പിന്നിലായിട്ട് വളരെ വലുതായിട്ട് കാണുന്ന സർക്കംവലേറ്റ് പാപ്പിലെ. ഈ 4 രുചിമുകുളങ്ങളിൽ കൂടിയിട്ടാണ് നമ്മൾ പല തരത്തിലുള്ള രുചി അറിയുന്നത്. ഉപ്പും എരിവും കയ്പും ഒക്കെ നമ്മൾ രുചിച്ചറിയുന്നത് ഈ രുചിമുകുളങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. ചില അവസരങ്ങൾ ചിലപ്പോൾ ഈ പാപ്പിലയിൽ ഒന്ന് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാവിൻ്റെ മുകളിലായിട്ട് ഭൂപടം വരച്ചതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഇതിനെ ജോഗ്രാഫിക്കൽ ടങ് എന്നാണ് പറയുന്നത്. ഈ ജോഗ്രാഫിക്കൽ ടങ്ങിനെ കുറിച്ചും ആളുകൾക്ക് ഒരുപാട് സംശയമുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ വായ് തുറന്ന് നോക്കുമ്പോൾ നാവിൻ്റെ വളരെ പിന്നിലായിട്ട് ചുവന്ന് തുടുത്ത തടിപ്പുകളെ സർക്കംവലേറ്റ് പാപ്പില എന്നാണ് പറയുന്നത്. ഇത് പുതിയൊരു അസുഖമല്ല, എന്നാൽ നമ്മുടെ നാവിൻ്റെ പുറത്ത് രുചി നൽകാനായിട്ട് ഉപയോഗിക്കുന്ന രുചിമുകുളങ്ങൾ മാത്രമാണ്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം ഒരു 2000 മുതൽ 8000 വരെ രുചിമുകുളങ്ങളുണ്ട്. എപ്പോഴാണ് ഇത് വലുതായിട്ട് കാണുന്നത്? പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതിയാണ്. വളരെ ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സർക്കംവലേറ്റ് പാപ്പിലെ വലുതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ വളരെ എരിവുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാലും ചില ആളുകളിൽ ഈ സർക്കംവലേറ്റ് പാപ്പിലെ വീർത്ത് ചുവന്ന് തുടുത്ത് നിൽക്കാറുണ്ട്. പിന്നെ പുകവലി ശീലമുള്ളവരിൽ ഈ സർക്കംവലേറ്റ് പാപ്പിലെ വലുതായി കാണാം. അതുപോലെ തന്നെ വായുടെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നാൽ ഉണ്ടാവാം. പല്ല് തേക്കുമ്പോഴോ അതല്ലെങ്കിൽ നാക്ക് വടിക്കുമ്പോഴോ ടങ് ക്ലീനറും മറ്റും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്തും ഈ സർക്കംവലേറ്റ് പാപ്പിലയിൽ ഇഞ്ചുറി വന്നാൽ ഇത് വലുതായി നിൽക്കുന്നത് പോലെ അനുഭവപ്പെടാം. പിന്നുള്ളത്, നമുക്ക് സ്ട്രെസ് ഉള്ള സമയത്ത് ചില ആൾക്കാരിൽ ഇങ്ങനെ വരാം. വൈറൽ അണുബാധകൾ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഇവയൊക്കെ സർക്കംവലേറ്റ് പാപ്പിലെ വലുതായി നിൽക്കാനുള്ള കാരണങ്ങളാണ്. ഇനി ഇത് വലുതാവുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക? സാധാരണഗതിയിൽ ഭക്ഷണം ഇറക്കുമ്പോൾ വായുടെ ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെടാം. ഇത് വളരെ അർജന്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ? ഇത് ക്യാൻസർ ആണോ എന്നുള്ളതാണ് പലരും കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ നാവിൻ്റെ പിന്നിൽ ഈ V ഷേപ്പിലായിട്ട് കാണുന്ന സർക്കംവലേറ്റ് പാപ്പിലെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ചൂടുള്ള എരിവുള്ള ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഇത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് നിർത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ പുകവലി ശീലം, അതല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന അളവ് കുറഞ്ഞു പോവുക, ഇത്തരം അവസരങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഈ സർക്കംവലേറ്റ് പാപ്പിലെ ചിലപ്പോൾ വളരെ വലുതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം ശീലങ്ങളൊക്കെ മാറ്റി നല്ലവണ്ണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ ഈ സർക്കംവലേറ്റ് പാപ്പിലെ വളരെ നോർമൽ ആവും. പിന്നെ ഏറ്റവും ഭയത്തോടു കൂടി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ക്യാൻസർ ആവുമോ ഡോക്ടറെ? ഈ ഒരു സംശയ നിവാരണത്തിനായി ഒരുപാട് ആളുകൾ OPയിൽ വരാറുമുണ്ട്. വളരെ നോർമൽ ആയിട്ടുള്ള സർക്കംവലേറ്റ് പാപ്പിലെ എന്തെങ്കിലും ഒരു കാരണത്തിന് വാ തുറന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോഴായിരിക്കാം ഇക്കൂട്ടർ കണ്ടിട്ടുണ്ടാവുക. ഇത് നോർമൽ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ലവണ്ണം പണിപ്പെടാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ സർക്കംവലേറ്റ് പാപ്പിലേക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ട. നല്ലവണ്ണം വെള്ളം കുടിക്കുക. സലൈൻ ഗാർഗിൾ, അതായത് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ½ ടീസ്പൂൺ ഉപ്പിട്ട ശേഷം വായുടെ ഉള്ളിൽ നല്ലവണ്ണം കുലുക്കൊഴിയുക. രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യുക. നാക്ക് വടിക്കാൻ ഉപയോഗിക്കുന്ന ടങ് ക്ലീനേഴ്സ് ഉപയോഗിക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ളവ ഉപയോഗിക്കാതിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി പല്ല് തേച്ച് കഴിഞ്ഞാൽ ഇത്തരം ഇഞ്ചുറികൾ ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ വായുടെ ഉള്ളിലെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ഡോക്ടറെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് മാറുന്നില്ലെങ്കിൽ സമീപിക്കുകയും ചെയ്യാം. ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നാവിലെ തടുപ്പ് ഈ സർക്കംവലേറ്റ് പാപ്പിലെ കൊണ്ടല്ലാത്ത മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. സാധാരണ കാണുന്ന വായിലെ പുണ്ണെന്നൊക്കെ പറയുന്ന ആഫ്റ്റർ സൾസർ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇതേപോലെ ചെറിയ തടിപ്പുകൾ കാണാം. പിന്നെ സിഫിലിസ് പോലുള്ള ചില അസുഖങ്ങളിൽ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ ഇത്തരം തടിപ്പുകൾ കാണാം. വായിലുള്ളിലെ ക്യാൻസറുകളുടെ വളരെ തുടക്കത്തിലുള്ള ഒരു സ്റ്റേജ് ആയിട്ടും ഇങ്ങനെ നാവിൻ്റെ സൈഡിലൊക്കെ
തടിപ്പ് കാണാറുണ്ട്. അതല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള പല്ല് തട്ടിപ്പോയാൽ ഉണ്ടാവുന്ന ഇറിറ്റേഷൻ ഫൈബ്രോമ, നാവിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയ സിസ്റ്റുകൾ, ലിംഫോ എപ്പിത്തീലിയൽ സിസ്റ്റൊക്കെ പലപ്പോഴും ചെറിയ തടിപ്പായിട്ട് കാണാറുണ്ട്. എന്നാൽ ഇവയൊന്നും സർക്കംവെല്ലൈറ്റ് പാപ്പിലെ പോലെ നാവിനെ രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു വി ഷേപ്പിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് വാ തുറന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ ചുവന്നു തൊടുത്ത ബമ്പുകൾ കാണുമ്പോൾ ഒരിക്കലും പേടിക്കേണ്ട. ഇത് നമ്മുടെ നാവിന് രുചി നൽകുന്ന രുചിമുകുളങ്ങളാണ്. അതുപോലെ തന്നെ നാവിൻ്റെ 2 ഭാഗങ്ങളായി വേർതിരിക്കുക എന്നുള്ളൊരു ജോലിയും ഈ സർക്കംവെല്ലൈറ്റ് പാപ്പിലേക്കുണ്ട്. ഈ ഒരു വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വായുടെ ഉള്ളിലെ തടിപ്പുകളെ പറ്റി വേവലാതിപ്പെടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.